തന്നെ രാവിലെ ഓട്സ് ആണ് കേട്ടോ കുടിച്ചത്, ഉപ്പിട്ടിട്ട്. രാവിലെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞൊരു ഉച്ച 2 മണിയൊക്കെ ആയപ്പം ബീഫ് റിബ്സ് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ച്, കപ്പ ബിരിയാണി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീഫിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, ഗരം മസാല ഒക്കെ ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് അത് വേവിക്കാൻ വെച്ച്. പിന്നെ ഈ ബദാം മിക്സ് ഉണ്ടായിരുന്നു, അപ്പോൾ ഡ്രിങ്കിന് അത് ഉപയോഗിക്കാൻ വെച്ച്. അപ്പോൾ കുറച്ച് പാലിലേക്ക് 2 സ്പൂൺ ഇട്ടിട്ട് കലക്കിയെടുത്ത്, എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഡിസോൾവ് ആയി കഴിഞ്ഞപ്പോൾ ഈ ഒരു മിക്സ് എന്ത് ചെയ്ത് കുറച്ചധികം പാലിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായി ഇളക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്തത്. ഇതിൽ പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ല, അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര നമ്മൾ നോക്കിയിട്ട് ആഡ് ചെയ്യണം. ഇതിൻ്റെ ടേസ്റ്റോ അളവോ ഒന്നും അറിയില്ല കേട്ടോ, പഞ്ചസാരയൊക്കെ എത്ര ആഡ് ചെയ്യണമെന്ന്. അപ്പോൾ അതുകൊണ്ട് അതിനും ആഡ് ചെയ്യാത്തത്, എന്നാലും കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഭയങ്കരമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായില്ല. അങ്ങനെ അത് ഞാൻ സെറ്റ് ചെയ്യാൻ വെച്ച്. എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു, അപ്പോൾ ഉമ്മച്ചിയും മിന്നുമാണ് ഇന്നത്തെ കുക്കിങ്ങൊക്കെ ചെയ്തത്. അതുകൊണ്ട് കുറേയൊന്നും എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഓല് ഉണ്ടാക്കിയത് നെയ്ച്ചോറും ചിക്കൻ കറിയും ആയിരുന്നു. അപ്പം ഈ ചിക്കനും അതിന് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ റെഡിയാക്കാണ്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വാട്ടിയിട്ട് മുളകൊക്കെ ഇട്ടിട്ട് അതിൽ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. എന്നിട്ട് അതിൽ ചിക്കൻ ഇട്ടിട്ട് നമ്മൾ കുക്കറിലോട്ട് ഡയറക്റ്റ് വെക്കുകയാണ് ചെയ്യൽ. അതൊരു 2 വിസിലൊക്കെ അടിക്കുമ്പോഴേക്കും നന്നായിട്ട് ആ ചിക്കന് റെഡി ആയിട്ട് വരും, നല്ല ചിക്കൻ കറി ആയിട്ട് വരും കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ആഡ് ചെയ്യണം, കാരണം ചിക്കനിൽ നിന്ന് വെള്ളം വരുമല്ലോ. എന്നിട്ട് വേണം അത് വേവിക്കാൻ വെക്കാൻ കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ കുറച്ചധികം തിരക്കുണ്ടായിരുന്നു. അപ്പം ഞാനതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഏകദേശം കുറേ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറായാലും ഈ ചിക്കൻ കറീൻ്റെ ഒക്കെ ആയാലും കപ്പ ബിരിയാണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ കൂടി ഉണ്ടായിരുന്ന പണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെറുകടികൾ പൊരിക്കലായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്ത് ചെറുകടികൾ പൊരിക്കാൻ നിന്ന് ഉന്നക്കായും കട്ട്ലേറ്റുമാണ് ഞാൻ പൊരിക്കാൻ വിചാരിച്ചത്. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് ഫ്രൈ ഒന്നും ചെയ്തെടുക്കില്ല, കുറച്ച് എണ്ണയിൽ ജസ്റ്റ് ഒന്ന് അത് വേവിച്ചെടുക്കണേ ഉള്ളൂ. രണ്ടും ഞാൻ അങ്ങനെ തന്നെ കേട്ടോ ചെയ്തത്, ഉന്നക്കായും കട്ട്ലേറ്റും. ഈ 2 കടികളും ആണെന്ന് ഉണ്ടായിട്ടുള്ളൂ. ഉന്നക്കായ്ക്ക് ഞാൻ യൂസ് ചെയ്ത എണ്ണേൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി എണ്ണയാണ് ഞാൻ ഈ കട്ട്ലേറ്റ് പൊരിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനൊരു മൊജീത്തോ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പം ലൈമും മിൻറ്റും കൂടി ഒരു ഗ്ലാസ്സിലിട്ട് അത് നന്നായിട്ട് സ്ക്വീസ് ചെയ്ത് അതിലോട്ട് ഞാൻ ഇന്ന് ഇതിൽ യൂസ് ചെയ്യാൻ പോണ ഫ്ലേവർ എന്ന് പറയുന്നത് ക്രാൻബെറീൻ്റെ ഫ്ലേവറാണ്, ബി നാച്ചുറൽസിൻ്റെ. അപ്പം ഞാൻ അതിൻ്റെ ഒരു കുറച്ച് ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ ഞാൻ അതിലേക്ക് ഐസ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിലേക്ക് ഇനി കാർബണേറ്റഡ് ഡ്രിങ്കുകൾ ആഡ് ചെയ്യണം. അപ്പോൾ എത്രത്തോളം ഐസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണോ അത്രത്തോളം കുറച്ചിട്ടാണ് കാർബണേറ്റഡ് ഡ്രിങ്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ചുണ്ടായിരുന്ന ഐസ് വാട്ടറും ഞാൻ ആഡ് ചെയ്ത്, എന്നിട്ട് ഞാൻ സ്പ്രൈറ്റാണ് കാർബണേറ്റഡ് ഡ്രിങ്ക് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതും ഇതാക്കി കഴിഞ്ഞിട്ടത് ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് അപ്പോഴേക്കും ഇതൊക്കെ റെഡി ആയപ്പോഴേക്കും ഒരു കുഞ്ഞി കൈ അത് പിടിക്കാൻ വരുന്നത് കണ്ടോ, അത് കണ്ടോ? അങ്ങനെ പിന്നെ അമ്മച്ചി കുറച്ച് ഓട്സ് ഉണ്ടാക്കിയിരുന്നു, ഉമ്മമ്മക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മളിൽ നിന്ന് ഉണ്ടായ കടികളാണ്, ഉന്നക്കായും കട്ട്ലേറ്റും ആണ് ഉണ്ടായത്. പിന്നെ ഉണ്ടായിരുന്നത് നെയ്ച്ചോറാണ് കേട്ടോ. ഇത് ഉമ്മച്ചി സ്പെഷ്യൽ നെയ്ച്ചോറാണ്. ഇന്നലെ നെയ്ച്ചോറും ചിക്കൻ കറിയൊന്നും പെട്ടെന്ന് പ്ലാൻ മാറിയതായിരുന്നല്ലോ, അതുകൊണ്ട് നെയ്ച്ചോറും ചിക്കൻ കറിയുമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതാ കപ്പ ബിരിയാണി ഉണ്ട്. ഇത് റിബ്സ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. അങ്ങനെ നോമ്പ് തുറക്കാൻ സമയമായപ്പം വാട്ടർമെലനായിട്ട് കട്ട് ഫ്രൂട്ടും പിന്നെ ഉന്നക്കായും കട്ട്ലേറ്റും ഉണ്ടായിരുന്നു. പിന്നെ ഇത് മദാമിൻ്റെ ഡ്രിങ്കാണ്, ടാങ്കും പിന്നെ ആ ക്രാൻബെറിൻ്റെ മൊജീത്തോ ആണിത്. അങ്ങനെ അതൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് കപ്പ ബിരിയാണി കഴിച്ച് ആ റിബ്സൊക്കെ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിച്ച് കഴിഞ്ഞേരെ ഇന്നലെ നമുക്ക് മിസ്സായ നെയ്ച്ചോറും ചിക്കൻ കറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
അപ്പം അത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാ ഇനി നാളത്തെ വീഡിയോയിൽ കാണാം.